നല്ല ലാഭം മാസം മാസം തരുന്നും പറഞ്ഞ് പല നായ്ക്കളും നിങ്ങളെ സമീപിക്കൂട്ടോ. ഒരൊറ്റ ഒന്നിന് കയ്യിലുള്ള പൈസ എടുത്തു കൊടുക്കരുത്. ഓല് തരലെന്താ, ഒരു ചെക്കും തരും, മുദ്രപത്രവും തരും. 1, 2, 3 മാസം ഒരു നല്ല ലാഭം തരും. പിന്നെ ഓലയും കാണൂല, ആ പൈസയും കാണൂല. പിന്നെ കിട്ടാൻ വേണ്ടി നമ്മൾ കോടതിയും പോലീസ് സ്റ്റേഷനും ഇറങ്ങി നടക്കേണ്ട ഒരു ഗതികേട് എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഇവിടെ നടക്കണ ഞാൻ പറഞ്ഞു തരുന്നത്. ഏതെങ്കിലും ആൾക്കാരെ ജ്വല്ലറിയോ മറ്റോ നമ്മൾ തുടങ്ങാണ്ട് എന്ന് പറഞ്ഞ് ഏതോ കാണിച്ചു തരും. നമ്മൾ പാവപ്പെട്ട ജനങ്ങൾ ഈ പൈസ എന്താ കാട്ടണ്ടേന്ന് വെച്ചല്ലാതെ അങ്ങനെ ആടുന്നും പെടുന്നൊക്കെ വെറുക്കി ഉണ്ടാക്കി സ്വരൂപിച്ച് വെച്ച പൈസ തീറ്റക്കാട് എടുത്തു കൊടുക്കുക. ഈ കള്ളന്മാര് മുഴുവൻ അത് നക്കി തീർക്കും. ഓല് ആസ്വദിച്ചടി ജീവിക്കും. നല്ലൊരു വണ്ടിയൊക്കെ എടുത്ത് വലിയ വണ്ടി ആയിക്കോലെ കയ്യിലുണ്ടായാല്, അല്ലെ നല്ലൊരു വാടക പുരയെടുക്കും, ഇതിന്റെ പുരയെന്നും പറയും. ഇതൊന്നും ഓലതായിരിക്കൂല. അപ്പോ നമ്മൾ ഈ പൈസ കൊടുക്കുന്ന ആൾക്കാരോടാ പറയുന്നത്, നിങ്ങൾക്ക് ഒരു പണിയില്ലെങ്കിൽ എന്ത് ചെയ്യാ, കുറച്ച് ഗോൾഡ് വാങ്ങി പുരയൊക്കെ വെച്ചാളി. അതല്ലെങ്കിൽ കുറച്ച് പറമ്പ് നല്ല റോഡ് സൈഡിൽ എടുത്തു വെച്ചോളി. പക്ഷെ ഒരാളെ കയ്യിലും നിങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി ലാഭത്തിന് വേണ്ടി പൈസ കൊടുക്കരുത്. എൻ്റെ ഒരു സുഹൃത്ത്, ഓനൊരു സിനിമ നിർമ്മാതാവും കൂടിയാണ്. ഓൻ ഈ വീട്ടിൽ എൻ്റെ അടുത്ത് വന്ന് ഒരു പരാതി പറഞ്ഞു. ഒരു ചങ്ങായി അരീക്കോട് സ്വദേശിയ ബിറ്റ്കോ കോയിൻ ട്രേഡിങ്ങോ എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ കയ്യിൽ നിന്ന് 5 കോടി അടിച്ചു മാറ്റി. എന്നിട്ട് അവൻ എന്ത് ചെയ്ത് ദുബായിൽ പോയിട്ട് കരാമയിൽ സുഖസുന്ദരായിട്ട് ജീവിക്കുന്നു. ഒരാളെ കയ്യിൽ പൈസ പെട്ടുപോയാൽ ഒരിക്കലും ഞമ്മക്ക് കിട്ടൂല. നിങ്ങളെ പേരിൽ ഇപ്പൊ ഹൈക്കോടതിയിൽ നിന്ന് എത്ര വന്ന് 3-4 നോട്ടീസ്. ഇയാൾ അറിഞ്ഞില്ല, ഇയാളെ പേരിൽ ലോൺ എടുത്താണ് പല ബാങ്കിൽ നിന്നായിട്ട്. 100-ൽ 99.9% കള്ളന്മാരാന്ന് ആദ്യം മനസ്സിലായിട്ട് വിചാരിച്ചാളി. ഒക്കെ തട്ടിപ്പുകാരാ. അപ്പൊ നിങ്ങൾക്ക് കയ്യെങ്കിൽ മാത്രം നിങ്ങൾ കച്ചവടം ചെയ്യുക, അല്ല വേറെ ആളെ കയ്യിൽ നമ്മളെ പൈസ കൊടുത്തിട്ട് കച്ചവടം ചെയ്യിക്കാതിരിക്കട്ടോ.